കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന മനുഷ്യനാണ്. അതിലുമുണ്ട് ചീത്ത ആൾക്കാർ, ചീത്ത സ്വഭാവമുള്ള ആൾക്കാർ അതിലുമുണ്ട്. ഒരു സോഷ്യൽ മീഡിയയുടെ നമ്മുടെ ഒരു വീഡിയോസിന് ഇപ്പം നമ്മുടെ ഈ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബാഡ് കമൻറ്റ്സ് വരുമെന്ന് വെച്ചോ. എന്നാൽ പോലും ഇവർ സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ഒരു നമ്മളെന്ന് തെറി വിളിക്കാൻ വേണ്ടി മാത്രം ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മളെ തെറി വിളിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് അതിനകത്തുള്ളത്. പല പോലീസുകാരും ചോദിക്കാറുണ്ട്, നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് സ്റ്റേഷനിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പേഴ്സണലി നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ അറിയുന്ന ആൾക്കാർ പോലും ചോദിക്കാറുണ്ട്, നിങ്ങൾ പകലാണ് വേഷത്തിലാണോ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുരുഷന്മാരെ പോലെയുള്ള അവരുടെ ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഒരു ചെറിയൊരു ക്ലാസ് കൊടുക്കും അവർക്ക് ഇരുന്നിട്ട്. അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറഞ്ഞു കൊടുക്കും. ഇല്ല, ഉള്ളിലൊരു തോന്നലുണ്ടാവണം, നമ്മുടെ മനസ്സങ്ങനെ ആകണം, ഹോർമോണിൻ്റെ ഒരു ചേഞ്ചസ് അങ്ങനെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന പോലെ ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരാളോട് ഒരു മാസം ഒരു വീട്ടിൽ വിളിച്ചിരുത്തി നീ പെൺകുട്ടിയാവും എന്ന് പറഞ്ഞാൽ ആരും ആവില്ല. പിന്നെ എനിക്കുള്ളൊരു ഡൗട്ട്, ഇപ്പം നമ്മുടെ സെക്ഷുവാലിറ്റി വെച്ചിട്ട് ആളുകളെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനോട് എന്താ പറയാനുള്ളത്? ലൈക്ക് നമ്മുടെ സെക്ഷൽ അത് ഒരാളുടെ കംപ്ലീറ്റ്ലി പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവമല്ലേ, അത് വെച്ചിട്ട് ആളുകളെ മാറ്റി നിർത്തുന്നതിലും അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അങ്ങനെ വേർതിരിവ് കാണിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒരു ലെസ്ബിയൻ ആണെങ്കിലും ഗേ ആണെങ്കിലും ട്രാൻസ് ആണെങ്കിലും ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കാറ്റഗറി വെച്ച് ട്രാൻസ് ഒരു വിഭാഗം അല്ലെങ്കിൽ ലെസ്ബിയൻ ഒരു വിഭാഗം എന്ന് പറഞ്ഞ് ലെസ്ബിയൻ ആണെന്ന് പറയുമ്പോൾ അവർ വേറൊരു രീതിയിൽ കാണും. ആണ് പെണ്ണെന്ന് പറയുമ്പോൾ നോർമൽ പ്രോബ്ലം ഇല്ല. ലെസ്ബിയന് അല്ലെങ്കിൽ ഗേ എന്ന് പറയുമ്പോൾ അവർ ആ ഒരു കാറ്റഗറി ആയിട്ട് തിരിച്ച് മാറ്റി നിൽക്കും. എല്ലാവരുടെയും ഉള്ളിലുള്ള ഈ ഒരു കാര്യത്തിൽ ഏകപക്ഷീയമായിട്ട് ഒരുപോലെ കാണണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇപ്പം അന്തരം മൂവിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അതിൽ നേഗയാണ് മെയിൻ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേഗയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയതാണ്. ഞാൻ ഈ അടുത്ത് നേഗയുടെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഞാനൊരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്, പക്ഷെ അതൊരു ചേഞ്ചും ഉണ്ടാക്കിയില്ല. അതിനുശേഷം എനിക്കൊന്നും ഒരു മൂവിയോ ഒരു കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് പോലും എനിക്ക് അതിനുള്ളൊരു ചാൻസ് കിട്ടുന്നില്ല. അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? ലൈക്ക് നിങ്ങളിനി എത്ര പ്രൂവ് ചെയ്താലും നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുന്നില്ല എന്നുള്ളത്? അതിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇപ്പം നേഹ എന്ന് പറയുന്ന കുട്ടി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നോർമലി എൻ്റെ അഭിപ്രായം അതിനെ കണ്ടു കഴിഞ്ഞാൽ ട്രാൻസ് ആണെന്നൊന്നും ഒരാളും പറയില്ല. ട്രാൻസ് ആണെന്നൊന്നും പറയത്തില്ല. പക്ഷെ അതിനൊരു സ്ത്രീ കഥാപാത്രമോ അനുജത്തിയോ ചേട്ടത്തിയോ അമ്മയോ നായികയായിട്ടൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കഴിവ് തെളിയിച്ചാണ് അതുകൊണ്ടാണല്ലോ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. പക്ഷെ പിന്നീട് അതിനെ മലയാളികൾ ആരും കണ്ടിട്ടില്ല. ആ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്നാണ്. പക്ഷെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ ഇപ്പം സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ പക്ഷേ ഒരുപാടധികം പ്രശ്നങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നത് കണ്ടിട്ട് കൊടുത്തിരുന്ന സപ്പോർട്ട് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു രീതികൾ എനിക്ക് അക്സെപ്റ്റബിൾ അല്ല, അതുകൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യമേ സപ്പോർട്ട് ചെയ്തവർ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്ന് കണ്ടിട്ടുണ്ട്. അതെ അങ്ങനെയുണ്ട്. ഇപ്പം ഉദാഹരണം പറയണേ, സ്ത്രീയിലും പുരുഷന്മാരിലും അതുപോലെ തന്നെ സ്ത്രീയിലും പുരുഷനിലും പിന്നെ പിടിച്ചുപറിക്കാരുണ്ട്, സ്മഗ്ലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ കൊലപാതകങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്ന മനുഷ്യനാണ്. അതിലുമുണ്ട് ചീത്ത ആൾക്കാർ, ചീത്ത സ്വഭാവമുള്ള ആൾക്കാർ അതിലുമുണ്ട്. അപ്പോൾ ആ ഒരു കുറച്ച് ആൾക്കാർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും, പല സ്ഥലങ്ങളിലായാലും പോയി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് വീഡിയോസ് സോഷ്യൽ മീഡിയയിലൂടെ പടർന്ന് കാണുമ്പം മൊത്തം ട്രാൻസിനെ അതങ്ങ് ബാധിക്കും, ആ ഒരു പ്രശ്നം ബാധിക്കും. അപ്പം നമ്മളെ സഹായിക്കണമെന്നുള്ള ആൾക്കാരും അല്ലെങ്കിൽ നമ്മളോട് ഒന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ സംസാരിക്കണമെന്നുള്ള ആൾക്കാർ പോലും നമ്മളെ അപ്രോച്ച് ചെയ്യില്ല. ഈ ഒരു കുറച്ച് വിഭാഗം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അപ്പോൾ അത് പേഴ്സണലി ഹേർട്ട് ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്, ഒരുപാടായിട്ടുണ്ട്. നിങ്ങൾ അവിടെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, നിങ്ങളെ ആൾക്കാർ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അവസരങ്ങളും അല്ലെങ്കിൽ സഹായിക്കാമെന്ന് പറഞ്ഞ ആൾക്കാർ പോലും സഹായിക്കാതൊക്കെ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഈ കമ്മ്യൂണിറ്റിയെ തന്നെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആണിലും പെണ്ണിലുള്ളവരെ ഉള്ളതുപോലെ തന്നെ ട്രാൻസിലും ഉണ്ട്, ചീത്തട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ഇപ്പം ഈ പറഞ്ഞ പോലെ ക്യൂർ കമ്മ്യൂണിറ്റി, സപ്പോർട്ടിങ് ക്യൂർ കമ്മ്യൂണിറ്റി പോലെ തന്നെ ആൻറ്റി ക്യൂർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു, ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോലെ തന്നെ അതിനെ എതിർക്കുന്ന സംഘടനകളും കാര്യങ്ങളും ഒക്കെ രൂപപ്പെടുന്ന സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. അത് ഭയം ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങൾക്ക്?
ഭയം ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. കാരണം ഇതിലും വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ എനിക്കൊരു ഇവരോടൊരു പുച്ഛമാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സോഷ്യൽ മീഡിയയുടെ നമ്മുടെ ഒരു വീഡിയോസിന് ഇപ്പം നമ്മുടെ ഈ വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബാഡ് കമൻറ്റ്സ് വരുമെന്ന് വെച്ചോ. എന്നാൽ പോലും ഇവർ സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ഒരു നമ്മളെന്ന് തെറി വിളിക്കാൻ വേണ്ടി മാത്രം ഒരു ഇൻസ്റ്റാ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മളെ തെറി വിളിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് അതിനകത്തുള്ളത്. ഭൂരിഭാഗം. പക്ഷെ സ്വന്തം ഐഡൻറ്റിറ്റി വന്നിട്ട് നമ്മളോട് ആരും പ്രതികരിക്കുന്നില്ല, ഒരാളും ചെയ്യുന്നില്ല. അപ്പം നമ്മളെ ഈ കമ്മ്യൂണിറ്റിയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകളും ഇൻസ്റ്റാഗ്രാം IDs ആയാലും യൂട്യൂബ് ആയാലും കുറേ ആൾക്കാരുണ്ട്. മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു മാനസിക വിഷമം ഉണ്ടാക്കും. ഇവർക്ക് അറിയാം അതൊന്നും അല്ല കഥ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, എൻ്റെ എല്ലാ വീഡിയോസിനകത്തും ഉള്ളത് കോൽക്കാക്ക എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പക്ഷേ അവർക്കറിയാം എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സംഭവം എൻ്റെ കയ്യിൽ ഇല്ലാന്നും. ഇതിലും വലിയ മറുപടി അല്ല, ഞാൻ പറയാം, അവർക്കറിയാം നമ്മൾ അങ്ങനെയൊന്നും അല്ല. നമ്മൾ മാനസികമായിട്ട് എങ്ങനെയാണ് അതുപോലെ ശാരീരികമായിട്ട് ചേഞ്ചസ് വന്ന് സ്ത്രീ ആയതാണെന്ന് അവർക്കറിയാം. നമ്മളുടെ കയ്യിൽ ഇവർ പറയുന്ന ആയുധങ്ങളൊന്നും ഇല്ലെന്ന് ഇവർക്കറിയാം. പക്ഷെ ഇവർക്കത് മെസ്സേജ് ഇടുമ്പോൾ അവർക്കൊരു സുഖം. അത് മറ്റുള്ളവരിലേക്കും കൂടെ സ്പ്രെഡ് ചെയ്യാണ്. അപ്പം അവർ പറയുന്നത് നീ പുരുഷൻ സ്ത്രീ വേഷം കെട്ടി കാക്ക ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ അത് കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചിരി വരും, ചിലപ്പോൾ ഇവരെന്തറിഞ്ഞിട്ടാണ് എന്ന് പറയും. പിന്നെ ഞാൻ ഒരു സമാധാനം വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല് പറയുന്നെങ്കിൽ മാങ്ങയുള്ള മാവിലെ ആൾക്കാരെ കല്ലെറിയെന്ന് പറയുന്ന പോലെ നമ്മളെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളും കണ്ടിട്ടായിരിക്കും ഇവർ അതിനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഓരോ കമൻസിലൂടെ മുന്നോട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ എടാ ഈ പറഞ്ഞ വിളികളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ തന്നെ പോലീസ് വിളിച്ചിരുന്നു. അത് തന്നെ, പോലീസ് സ്റ്റേഷനിൽ തന്നെ അത് പറയാമെങ്കിൽ ഈ നമ്മുടെ ഈ സമൂഹത്തിൽ ഉന്നത പദവികളിലിരിക്കുന്ന പല ആൾക്കാർക്കും നമ്മളെന്താണെന്ന് അറിയത്തില്ല. ട്രാൻസും അവർ സ്ത്രീകളെ പോലെ നടക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്നോ മാനസിക അവസ്ഥ എന്താണെന്നൊന്നും അവർക്കറിയില്ല. പല പോലീസുകാരും ചോദിക്കാറുണ്ട്, നമ്മളെന്തെങ്കിലും ആവശ്യത്തിന് സ്റ്റേഷനിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പേഴ്സണലി നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ അറിയുന്ന ആൾക്കാർ പോലും ചോദിക്കാറുണ്ട്, നിങ്ങൾ പകലെ ആൺവേഷത്തിലാണോ നടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുരുഷന്മാരെ പോലെയുള്ള അവരുടെ ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ ഒരു ചെറിയൊരു ക്ലാസ് കൊടുക്കും അവർക്ക് ഇരുന്നിട്ട്. അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഇങ്ങനെ നിയമ പരിപാലനം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു ക്ലാസ് കൊടുക്കണമെന്നാണ് എനിക്ക് വീണ്ടും അത് ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യം കൊടുത്തിട്ടുണ്ടാവില്ല. അവർക്ക് ആവശ്യമുണ്ട്. അവർ ഈ നിയമത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാർ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാലല്ലേ ഉള്ളൂ അവർ ബാക്കിയുള്ള നമ്മളോട് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരോടൊക്കെ അതൊന്നും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുള്ളൂ. അവർക്കും അറിയില്ല നമ്മൾ എന്താണെന്നുള്ള കാര്യം. ഈ പ്രശ്നം ഉണ്ടാക്കുന്നവർക്കും അറിയാം നമ്മൾ അപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ക്ലാസ്. അപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഹുഡാണ്. നമ്മുടെ സെക്ഷുവൽ ഓറിയൻറ്റേഷൻ ഇപ്പൊ പൊതുവേ വരുന്നൊരു ആരോപണങ്ങളാണ്, ലൈക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസ് കുട്ടികളെ കുഞ്ഞുനാളിലെ കൺവിൻസ് ചെയ്തിട്ട് ജെൻഡർ മാറ്റാനായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ? ശരി, അതിനകത്ത് ഒരു കഴമ്പും ഇല്ല. ഇങ്ങനെ ഇതെന്താണ് നമ്മളിങ്ങനെ ട്രെയിനിങ് കൊടുത്തിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ആൾക്കാർ ഒരു മാസം എൻ്റെ കൂടെ നിൽക്കട്ടെ, ഞാൻ ഇവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കാം. അങ്ങനെ ഇവർ പറയുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ട്രെയിനിങ് കൊടുക്കാം. അവരൊരു മാസം കഴിയുമ്പോൾ സ്ത്രീയായി മാറും അല്ലെ ട്രാൻസ്ജെൻഡർ മാറുമോ നോക്കട്ടെ. ഇതെന്താണ് ഇത് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്? ഇത് അങ്ങനത്തെ കാര്യമൊന്നും അല്ലല്ലോ, നമ്മുടെ മനസ്സുകൊണ്ട് തോന്നുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ മോളോട് പറയാം, ആൺകുട്ടിയാവ്, നിങ്ങൾക്ക് ആൺകുട്ടി ആവുന്നതാണ് നല്ലത്, അതിനേക്കാൾ നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കട്ടെ അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ മോള് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആവുമോ? സർജറി ഒക്കെ ചെയ്ത് മാറുമോ? പുരുഷനിലേക്ക് മാറുമോ? ഇല്ലല്ലോ. ഉള്ളിലൊരു തോന്നലുണ്ടാവണം, നമ്മുടെ മനസ്സങ്ങനെ ആകണം, ഹോർമോണിൻ്റെ ഒരു ചേഞ്ചസ് അങ്ങനെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന പോലെ ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരാളോട് ഒരു മാസം ഒരു വീട്ടിൽ വിളിച്ചിരുത്തി നീ പെൺകുട്ടിയാവും എന്ന് പറഞ്ഞാൽ ആരും ആവില്ല.